അഡിയേഴ്സ് എച്ച് കോളേജ് തേവര 2025 അവരുടെ UG ആൻഡ് PG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. sh.college.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നാൽ ഇവിടെ UG അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് പോകും. ഇവിടെ അപ്ലൈ ഓൺലൈനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രോസ്പെക്ടസ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അതിനു മുമ്പ് ഇവിടെ ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സിൻ്റെയും ഫീസ് സ്ട്രക്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ UC കോളേജ് ആലുവയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ഒരു കോളേജിൽ എയ്ഡഡ് കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളും ഉണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഫീസ് സ്ട്രക്ചറിലുള്ളതാണ്. സെൽഫ് ഫിനാൻസിങ് കുറച്ചധികം ഫീസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം 17ഓളം കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ കറക്റ്റ് ഫീസ് ഓരോ സെം വൈസും അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കേണ്ടതും അങ്ങനെ ടോട്ടൽ എത്രയാവും എന്നൊക്കെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലപ്പോൾ നമുക്ക് കോഴ്സുകൾ ഒരു കോഴ്സ് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് സെൽഫിൽ കാണാൻ പറ്റും കണ്ടോ. അതുകൂടാതെ ഈ എയ്ഡഡ് കോഴ്സായിട്ട് ഇതാണ് എയ്ഡഡ് കോഴ്സുകൾ വരുന്നത്. ഏകദേശം 10ഓളം ഒരു ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡേറ്റ സയൻസ് ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം ഉൾപ്പെടെ 10ഓളം എയ്ഡഡ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എയ്ഡഡ് കാണാൻ പറ്റും കണ്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫീസ് സ്ട്രക്ചറാണ് വന്നിട്ടുള്ളൂ. പക്ഷേ സെൽഫിൽ കുറച്ചധികം ഫീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില കോളേജസിൽ സെൽഫിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ മിക്ക കോളേജുകളും സെൽഫ് പ്രോഗ്രാമുകൾ നടക്കുന്ന ബിൽഡിങ് കുറച്ച് വേറെ ആയിരിക്കും. കുറച്ചും കൂടി ഫെസിലിറ്റീസൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. അല്ലാതെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണെങ്കിലും എയ്ഡഡ് കോഴ്സ് ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. പോർഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഫീസ് സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ട്രിപ്പിൾ മെയിൻ വരുന്ന BSc ഓണേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില കോഴ്സുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് പ്രോസ്പെക്ടസ് ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണേ മുമ്പ് പ്രോസ്പെക്ടസ് വായിച്ച് നോക്കാം കേട്ടോ. പ്രോസ്പെക്ടസിൽ ഓരോ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ഏതൊക്കെയുണ്ട് ഇത് കണ്ടോ. ഇവിടെ നമുക്ക് ഇവർക്ക് 2-3 ക്യാമ്പസ് ഉണ്ട്. ഇപ്പോൾ ലേക്ക് വ്യൂ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാമ്പസ്, മെയിൻ ക്യാമ്പസിൽ വരുന്ന കോഴ്സുകൾ BA എയ്ഡഡ് കോഴ്സുകളാണ് എല്ലാം വരുന്നത്. BA എക്കണോമിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, കോപ്പി എഡിറ്റർ എന്ന് പറയുന്ന കോഴ്സ്, BA സോഷ്യോളജി. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, മോഡൽ 2 ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി BA സോഷ്യോളജി, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ BCom, BSc ബോട്ടണി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, സുവോളജി. നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റഗ്രേറ്റഡ് 5 വർഷത്തെ ഒരു കോഴ്സായിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ സയൻസ്. നമ്മൾ +2 കഴിഞ്ഞിട്ട് ചെയ്യുന്ന കോഴ്സാണ് 5 വർഷത്തെ കോഴ്സ്. സോ ഇത്രയും കോഴ്സുകൾ വരുന്ന ക്യാമ്പസ് ലേക്ക് വ്യൂ ക്യാമ്പസ് ആണ്. ഇവരുടെ എയ്ഡഡ് കോഴ്സുകളാണ് എല്ലാം അവിടെ വരുന്നത്. ഇനി ഈസ്റ്റ് ക്യാമ്പസ് എന്ന് പറയുന്ന സെൽഫ് ഫിനാൻസിങ് ഡിവിഷനിലുള്ള കോഴ്സുകളാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BBA ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആൻഡ് ന്യൂ മീഡിയ. ഇതൊക്കെ AICTE അപ്രൂവ്ഡ് ആണ്. BBA ബിസിനസ് അനലിറ്റിക്സ്, BCA മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് ക്ലൗഡ് ടെക്നോളജി, BSc എക്കണോമിക്സ്, സൈക്കോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ബിസിനസ് അനാലിറ്റിക്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, BSW. അത്രയും കോഴ്സുകൾ വരുന്നത് ഈസ്റ്റ് ക്യാമ്പസിലാണ്. ഇനി ഇവിടെ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പസ്, മീഡിയ ക്യാമ്പസിലാണ് സെൽഫ് ഫിനാൻസ്. അതായത് ഇതെല്ലാം തന്നെ സെൽഫ് ആണ് കേട്ടോ. BA അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്റ്റ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഇതെല്ലാം തന്നെ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ബിൽഡിങ്ങിലാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളത്, ഇപ്പോൾ UG അഡ്മിഷന് നമുക്ക് വേണ്ട എലിജിബിലിറ്റി ഓരോ കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ +2 ഏതൊക്കെ കോഴ്സുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ NSS +2 നിങ്ങൾ പഠിക്കുന്ന സമയത്ത് NSS NCC ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ബോണസ് പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ കൾച്ചറൽ കോട്ട, അങ്ങനെയുള്ള റിസർവേഷൻസ്, സ്പോർട്സ് റിസർവേഷൻ അതൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി ഓരോ കോഴ്സിനും എത്ര ഇൻടേക്ക് ഉണ്ട്, ഏത് ക്യാമ്പസാണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാമ്പസുകൾ ഏതൊക്കെയാണ് വരുന്നത്. കൂടുതൽ അറിയാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം. ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് CMA, ACCA, CPA എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. അതിൻ്റെ എൻക്വയറിക്ക് പ്രത്യേകിച്ച് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ കോഴ്സുകളുടെ ഇൻഡെക്സ് മാർക്ക് അവർ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് കേട്ടോ.
ഇനി എലിജിബിലിറ്റി, സാധാരണ BSc ബോട്ടണിക്കുള്ള എലിജിബിലിറ്റി നമുക്കറിയാം, ബയോളജി പഠിക്കണം മെയിനായിട്ട്, ഓപ്ഷണലായിട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം, +2 പറയണേ. ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവണം. സുവോളജി +2 പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് എലിജിബിലിറ്റി. പിന്നെ എക്കണോമിക്സിനൊക്കെ ഏതെങ്കിലും ഒരു സ്ട്രീം മതി, നമുക്ക് ഇന്നത് വേണമെന്നില്ല. ഇംഗ്ലീഷ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റ സയൻസ് എന്ന് പറയുന്ന 5 വർഷത്തെ കോഴ്സിന് +2 നമ്മൾ സയൻസ് വിത്ത് മാത്സ് ആസ് വൺ ഓഫ് ദ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നുള്ളതാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഓരോ ഇതിൻ്റെയും വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ സൈക്കോളജി സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. അതിന് നമുക്ക് ഏത് എടുത്ത് പഠിച്ചവർക്കും, സയൻസ് തന്നെ വേണമെന്നൊന്നുമില്ല. BSc സൈക്കോളജിക്ക് നിങ്ങൾ +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി BCA അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ AICT അപ്രൂവ്ഡ് ആണ്. BCA കോഴ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് ക്ലൗഡ് ടെക്നോളജി, രണ്ടും സെൽഫാണ്. അതിൻ്റെ എലിജിബിലിറ്റി BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സാണെങ്കിൽ നമ്മൾക്ക് ഈ പറയണ പോലെ അത് തന്നെയാണ് പറഞ്ഞത് അല്ലേ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഫിസിക്സും കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത കോഴ്സ് BBA ആണ്. BBAയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ അത് പ്രത്യേക +2 എനി സ്ട്രീം പഠിച്ചവർക്ക് BBAയും അതുപോലെ തന്നെ BBAയുടെ 2 എണ്ണം വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആൻഡ് ന്യൂ മീഡിയ വരുന്നുണ്ട്, ബിസിനസ് അനലറ്റിക്സ് എന്നും വരുന്ന 2 കോഴ്സുകൾ BBAയുടെ വരുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ 2 വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും കൊടുക്കാവുന്നതാണ്. ഫിസിക്സ് എന്നൊന്നും വേണം, അല്ലെങ്കിൽ കെമിസ്ട്രി വേണം, മാത്സ് വേണം എന്നൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഇൻക്ലൂഡിങ് പ്രോസസ്സിംഗ് ഫീ ആണ് 200 രൂപ വന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 50 രൂപയാണ് നമ്മളുടെ ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഫോർ BBA അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് BA അനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്റ്റ് എമൗണ്ട് ഓഫ് 300 വിൽ ബി കളക്റ്റഡ് ഫോർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് ഈ കോഴ്സുകൾക്ക് ഈ കോളേജ് തന്നെ ക്യുസാറ്റ് അല്ല SH തന്നെ നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. സോ അതിന് ഫീസായിട്ട് അവർ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആ കോഴ്സുകൾക്ക് വാങ്ങുന്നത്. BA അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് BA അനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ കമ്മ്യൂണിറ്റി കോട്ട നീഡ് നോട്ട് സെൻഡ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടു കോളേജ്. അതായത് നിങ്ങൾ ഇതിൻ്റെ ഒന്നും പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ജനറലിലാണെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയിലാണെങ്കിലും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം, അപ്ലൈ ചെയ്തിട്ട് എടുത്ത് വെക്കണം, അഡ്മിഷൻ്റെ സമയത്ത് വേണം. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ട, അവരൊക്കെ ഉണ്ടല്ലോ. അവർ ഒരു കോപ്പി ഓഫ് ദ ആപ്ലിക്കേഷൻ സ്പെസിഫൈ മെൻഷനിങ് ദ കോട്ട ആൻഡ് അണ്ടർ വിച്ച് അഡ്മിഷൻ ഈസ് സോർട്ടഡ് എന്ന് മെൻഷൻ ചെയ്തിട്ട് അത് അവർ അയക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ നേരത്തെ പറഞ്ഞ മാനേജ്മെൻറ്റ് കോട്ടയോ സ്പോർട്സോ കൾച്ചറലോ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളോ അവരുടെ റിസർവേഷന് വേണ്ടിയാണെങ്കിൽ എന്നുള്ള കാര്യം പറയണം. അല്ലാതെ സാധാരണ ജനറൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട ആ ഒരു റിസർവേഷനിൽ കൊടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊന്നും അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾ റിസർവേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും എന്നുള്ള കാര്യവും കൂടി ഓർക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. ടൈ വന്നാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സീറ്റുകൾ ഓരോന്നും ക്ലാസിഫൈ ചെയ്തേക്കണേന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. മെറിറ്റ് സീറ്റ്, കമ്മ്യൂണിറ്റി സീറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റ്. കമ്മ്യൂണിറ്റി സീറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് കമ്മ്യൂണിറ്റികളുടെ പേര്, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമാണ് SHൻ്റെ ആ റിസർവേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി മറ്റു ഡിസേബിലിറ്റീസ് എത്ര വരെ ആവാം എന്നുള്ളതാണ്. 5% റിസർവേഷനാണ് ഡിസേബിലിറ്റി ഉള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റിസർവേഷൻ ഉള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡിലെ മലയാളി സ്റ്റുഡൻസിന് അവർക്ക് റിസർവേഷൻ ഉണ്ട്. പിന്നെ TGക്ക് റിസർവേഷൻ ഉണ്ട്. സ്പെഷ്യൽ റിസർവേഷനാണ് സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട അങ്ങനെ വരുന്നത്. സ്പോർട്സ് കോട്ടയിൽ 2 സീറ്റ് ഇൻ ഈച്ച് പ്രോഗ്രാമാണ് വരുന്നത്.
അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതിൽ എന്താണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഫോർ അഡ്മിഷൻ ടു സ്പോർട്സ് റിസർവേഷൻ കോട്ട ഷുഡ് ഹാവ് വോൺ എ മിനിമം ഓഫ് third position bronze medal in school sub-district competition or inter-college in addition to his satisfy the academic eligibility എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യമുണ്ട്. 25 വയസ്സാവണം, 25 വയസ്സിൽ കൂടാൻ പാടില്ല ഏജ് ലിമിറ്റ് സ്പോർട്സ് കോട്ടയിൽ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ ഇതിൽ അടുത്ത പറഞ്ഞേക്കുന്നത് ഓരോന്നിനും പോയിൻറ്റ്സ് കിട്ടുന്ന ഇതാണ്. ഓരോ സ്പോർട്സ് കോട്ടയുടെ പോയിൻറ്റ്സാണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നോക്കിയൊക്കെ വെക്കുക കേട്ടോ. ഇനി അതെല്ലാം സ്പോർട്സ് കോട്ടയുടെ തന്നെയാണ്. പിന്നെ PM കെയർസ് ഓഫ് ചിൽഡ്രൻ സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് PM. അപ്പോൾ അതിലുള്ള കുട്ടികൾക്ക് 5 സീറ്റ് റിസർവേഷനുണ്ട്. സോ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൽ നിന്നോ DMOയിൽ നിന്നോ നിങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ടുള്ള റിസർവേഷനാണ് പറഞ്ഞേക്കണേ. പിന്നെ കൾച്ചറൽ കോട്ടയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവൽ റെക്കഗ്നൈസ്ഡ് ബൈ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPIയുടെ ഇതിൽ വരുന്നത്. അതിലൂടെ പോയിൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേരള സ്കൂൾ കലോത്സവം CBSE A-B-C ഗ്രേഡും മാർക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിസർവേഷൻ മാൻഡേറ്ററി ആയിട്ടുള്ള റിസർവേഷൻസ് നമ്മൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്തവർക്ക് 50, ഷെഡ്യൂൾ കാസ്റ്റ് 15, ഷെഡ്യൂൾ ട്രൈബ് 5, കമ്മ്യൂണിറ്റി കോട്ട വരുന്നത് 10, മാനേജ്മെൻറ്റ് കോട്ട 20 ആണ്. അല്ലാതെ വേറെ റിസർവേഷൻ ഒന്നുമില്ല കേട്ടോ. SC STയുടെ റിസർവേഷനും അതുപോലെ തന്നെ ഓപ്പൺ കോട്ടയുടെ റിസർവേഷനാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ കമ്മ്യൂണിറ്റി റിസർവേഷൻ വരുന്നത് ഇവിടെ റോമൻ കാത്തലിക് സിറിയൻ ആണ്, RC/SC കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് സച്ച് സീറ്റ് ഷാൽ ബി ഫിൽഡ് ഓൺ ബേസിസ് ഓഫ് മെറിറ്റ്. അതും മെറിറ്റിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും. പക്ഷേ ആ റിസർവേഷൻ ഉള്ളവർക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയുടെ പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസിന് 50% ഓഫ് ടോട്ടൽ സീറ്റ് ഷാൽ ബി മാനേജ്മെൻറ്റ് ഫ്രം എമംഗ് കാൻഡിഡേറ്റ്സ് ഓഫ് ദെയർ ചോയ്സ് സാറ്റിസ്ഫൈ എലിജിബിലിറ്റി. സെൽഫ് ഫിനാൻസിങ്ങിൽ നിങ്ങൾക്ക് നമ്മൾ UC കോളേജിലെ കാര്യം പറഞ്ഞില്ലേ, എയ്ഡഡ് കോഴ്സുകൾക്കാണ് SC STയും ഒരു റിസർവേഷൻ ഉള്ളത്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസർവേഷൻ അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആകുമ്പോൾ നമുക്ക് OBC അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ EWS റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർ കൊടുത്തേക്കുക കേട്ടോ. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് വില്ലേജ് ഓഫീസിൽ നിന്ന് ആണോ OBC NCL സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ അത് കൊടുത്തേക്കാം എന്തായാലും. അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ കണ്ട എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എഡിറ്റിൻ്റെ ഇതിൽ പറഞ്ഞിട്ടില്ല അങ്ങനൊരു റിസർവേഷൻ, പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ എന്തായാലും നിങ്ങൾ MGUയിൽ കൊടുക്കാൻ വേണം. അല്ലെങ്കിൽ കീമിൽ കൊടുത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ SHലൊക്കെ നല്ല മാർക്കുള്ളവർക്കാണ് സാധാരണ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാറ് കേട്ടോ. പിന്നെ ഇവർ ഫീ റീഫണ്ടിനെ പറ്റിയിട്ട് എത്ര പെർസെൻറ്റേജ് എപ്പോൾ കിട്ടും എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് തുടങ്ങണേ മുമ്പാണെങ്കിൽ മുഴുവൻ ഫീസും കിട്ടും. ക്ലാസ് തുടങ്ങിയിട്ട് 15 ദിവസം കഴിയുമ്പോഴാണെങ്കിൽ 75% കിട്ടുള്ളൂ. 30 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങിയിട്ടെങ്കിൽ 50% കിട്ടുള്ളൂ. 45 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫീസ് ഒന്നും റീഫണ്ട് ചെയ്ത് കിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് ഡ്രഗ്സ് ആൻഡ് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എൻക്വയറി ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയിട്ട് ഇവിടെ അപ്ലൈ ഹിയർ എന്ന് പറയുന്ന അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ബ്ലൂ ടാബ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കൻ ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാണ്ടെങ്കിൽ ആ സമയത്ത് ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ അപ്ലൈ ഓൺലൈനിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഏതാണ്, ഇപ്പോൾ UG ആണല്ലോ, സോ UG അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ആദ്യത്തെ രജിസ്ട്രേഷൻ നമുക്ക് തിരുത്താൻ പറ്റില്ല, അപ്പോൾ അത് ഓർക്കുക, അത് തെറ്റിപ്പോകരുത്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റിലുള്ള പോലെ കൊടുക്കുക. ഏജ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ ID, ഇതൊക്കെ ഈ മെയിൽ ID ഒക്കെ ഒന്ന് സൂക്ഷിച്ച് കൊടുക്കുക കേട്ടോ. കാരണം മെസ്സേജുകൾ SHൻ്റെ ആദ്യമൊക്കെയാണ് വെബ്സൈറ്റിലൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ മെയിലായിട്ടും SMS ഒക്കെ ആയിട്ടായിരിക്കും വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കൊടുത്തേക്കുന്ന മെയിൽ ID കറക്റ്റായിട്ട് നോക്കാൻ ശ്രദ്ധിക്കണം. സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, പിന്നെ അക്കാദമിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, പിന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും. അതിനുശേഷം
ഫൈനൽ സബ്മിഷൻ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചോയ്സ് UG പ്രോഗ്രാം ഏതൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതുണ്ടാവും. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടൊക്കെ കൊടുക്കുക. എന്തായാലും ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ കൊടുക്കണം കേട്ടോ. ഫൈനൽ സബ്മിഷൻ കൊടുത്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്യണമെങ്കിലും അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. പക്ഷേ ആ ഫൈനൽ സബ്മിഷൻ കൊടുത്ത് അത് കറക്റ്റായി വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് SHൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് കണ്ടായിരുന്നു. സോ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.